അതും കൂടെ ആലോചിച്ചിട്ട് മതി പുണ്യവതി ബാക്കിയുള്ളവർ ചമഞ്ഞിട്ട് എന്നെ കുറ്റം പറയാൻ വരുന്നതോ. സിരു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പരിചിതയായ സിരുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഏകദേശം 19 വർഷമായി ഭർത്താവിനോടൊപ്പം 5 മക്കളുമായി ജീവിച്ചിരുന്ന ഒരാൾ കുറച്ചു മാസങ്ങളായി ഭർത്താവിനെ വീഡിയോയിൽ കാണിക്കാതിരുന്നപ്പോൾ തന്നെ പ്രേക്ഷകർ പലരും അത് ശ്രദ്ധിച്ചു. ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ഒടുവിൽ ആ സംശയങ്ങൾക്ക് വിരാമമിട്ടത് സിരു തന്നെയാണ്. താനും ഭർത്താവും തമ്മിൽ ഇപ്പോൾ സ്വരച്ചേർച്ചയില്ലാത്ത സത്യം അവർ തന്നെ ഈ വീഡിയോയിലൂടെ പുറത്തു പറഞ്ഞു. അതിനു മുമ്പ് തന്നെ എൻ്റെ 5 മക്കളെ ഓർത്ത് ഈ വിഷയത്തിൽ ആരും പ്രതികരിക്കരുത് എന്നൊരു അഭ്യർത്ഥനയും അവർ നടത്തി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഉമ്മയുടെ വാക്കുകളാണത്. 5 മക്കളെക്കുറിച്ചുള്ള കരുതൽ, അതിൽ സംശയവുമില്ല. പക്ഷേ അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പൊതുവേദിയിൽ സ്വന്തം വിവാഹ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുമ്പോൾ അതിന് ഒരു പ്രതികരണവും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാമോ? യൂട്യൂബ് ഡയറിയല്ല, അത് ഒരു അടച്ച മുറിയുമല്ല, അത് ഒരു പൊതുവേദിയാണ്. അവിടെ പറയുന്ന ഓരോ വാക്കും, അവിടെ കാണിക്കുന്ന ഓരോ നിശബ്ദതയും, അവിടെ മറച്ചുവെക്കുന്ന ഓരോ മുഖവും എല്ലാം തന്നെ ചർച്ചയ്ക്കുള്ള വിഷയമാകും. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വീഡിയോകൾ വരാൻ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? സത്യം പറഞ്ഞാൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മറ്റാരുമല്ല, സിരു തന്നെയാണ്. ഇത് ആരും രഹസ്യമായി ചോർത്തിയ വിവരമല്ല. ഇത് ആരും ചാരപ്രവർത്തനം നടത്തിയതുമല്ല. സ്വന്തം ചാനലിലൂടെ, സ്വന്തം വാക്കുകളിലൂടെ, സ്വന്തം അനുവാദത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന ഒരു പ്രഖ്യാപനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ചിലർ അനുകൂലമായി സംസാരിച്ചു, ചിലർ വിമർശിച്ചു, ചിലർ കാഴ്ചക്കാരായി വീഡിയോ ചെയ്തു, ചിലർ ക്ലിക്കിനായി അതിനെ ഉപയോഗിച്ചു. ഇത് ശരിയാണോ എന്നത് വേറെ ചർച്ചയാണ്. പക്ഷേ ഇത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ആരായിരിക്കും? യൂട്യൂബർമാരോ പ്രേക്ഷകരോ അല്ല, ഇവരുടെ 5 കുട്ടികളാണ്. അവരുടെ ഉമ്മയുടെ ജീവിതം, അവരുടെ ഉപ്പയുടെ അഭാവം, അവരുടെ കുടുംബത്തിൻ്റെ തകർച്ച, ഇതെല്ലാം പൊതുവേദിയിൽ ഒരു കണ്ടന്റായി മാറുമ്പോൾ അതിൻ്റെ ഭാരം കുട്ടികളുടെ മനസ്സിലേക്കാണ് വീഴുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: വിവാഹമോചനം ഒരു കുറ്റമല്ല. ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയെടുത്ത തീരുമാനം അവഹേളിക്കപ്പെടേണ്ടതുമല്ല. പക്ഷേ അത് കണ്ടന്റാക്കണോ, അത് വ്യൂസ് കൂട്ടുവാനുള്ള ആയുധമാക്കണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കരുത് എന്ന് പറഞ്ഞ് അത് പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നാൽ അതിനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായി മറ്റുള്ളവരുടെ തലയിൽ എങ്ങനെയാണ് ആകുന്നത്? ഇത് ഒരാളെ കുറ്റപ്പെടുത്തുവാനല്ല, ഒരു വ്യക്തിയെ ആക്രമിക്കാനുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സ്വയം തുറന്നു പറയുന്ന ഓരോ കാര്യത്തിനും പിന്നീട് നമ്മൾ വില കൊടുക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കാനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക: സ്വകാര്യ ജീവിതം സ്വകാര്യമായാൽ മാത്രമാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. ഈ ഇടയിൽ ഇവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കുന്നവരുമുണ്ട്. ഇവരുടെ ഇടയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാലും ഇവരെ മോശമാക്കാൻ ചിലർ ഉപയോഗിക്കുന്ന വാക്കുകൾ, കാശെല്ലാം കുറെ ആയപ്പോൾ ആ പാവം മനുഷ്യനെ ഒഴിവാക്കി എന്നിങ്ങനെ ഒരു സ്ത്രീ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ. ഞാനിതാരും അറിയിക്കാതെ പുറത്ത് കൊണ്ട് വരാതെ അത്രയും സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്കറിയോ? ചിലർ പറയുന്നു നീ ആയിട്ട് വ്ളോഗിൽ വന്ന് കാണിച്ചിട്ടും പറഞ്ഞിട്ടും അല്ലേ എന്നുള്ളത്. അല്ല, ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മാന്യമായ രീതിയിലാണ് വീഡിയോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ എന്താണ് കാണാത്തത്, എന്താ ഇല്ലാത്തത്, എന്താ ഇവർ തമ്മിൽ പിരിഞ്ഞു, ഏത് സമയം ആരെങ്കിലും ഒരാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു കരാറാണ് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. എന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നോ